ഇറാന്റെ ആണവ കേന്ദ്രം തകർത്ത് ഇസ്രായേലിന്റെ ഞെട്ടിക്കുന്ന ആക്രമണം. കഴിഞ്ഞ രാത്രിയാണ് ഇറാന്റെ ആണവ ലാബിനെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ മിസൈലുകൾ ആക്രമണം നടത്തിയത്. ഇതാദ്യമായാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ന്യൂക്ലിയർ സംബന്ധമായ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ഇതിനിടെ ഇറാൻ ആണവായുധം ഉണ്ടാക്കാൻ അനുവദിക്കുകയില്ല എന്നും ആണവായുധം ഉണ്ടാക്കുന്ന ഇറാനെ അതിന്റെ ഗർഭാവസ്ഥയിൽ തന്നെ ഇല്ലാതാക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പിറക്കി. ഇറാനെ ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്ന് ആവർത്തിച്ച് അമേരിക്ക വ്യക്തമാക്കിയതോടെ ഇസ്രായേലിന്റെ ആക്രമണത്തിന് അമേരിക്കയുടെ പിന്തുണയും സഹായവും കയ്യടിയും ലഭിക്കുകയാണ്. ഇസ്രായേൽ ആണവ നിലയങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ച് നടത്തിയ ആക്രമണം 100% കൃത്യമായിരുന്നു എന്നും വിജയമായിരുന്നു എന്നും ഇസ്രായേൽ ഡിഫൻസ് വ്യക്തമാക്കി. ഇറാന്റെ തിരിച്ചടി കണക്ക് കൂട്ടി ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ജനങ്ങൾ ബങ്കറുകളുടെ സമീപത്തോ ബങ്കറുകൾ പെട്ടെന്ന് സാധ്യമാവും വിധമോ തയ്യാറായിരിക്കണമെന്നും പൊതുസ്ഥലത്തെത്തുന്നത് ഒഴിവാക്കണമെന്നും ഇസ്രായേൽ അവരുടെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. പൊതുഗതാഗതത്തിനും ഇസ്രായേൽ അടിയന്തരാവസ്ഥയുടെ ഭാഗമായി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഓപ്പറേഷനെ തുടർന്ന് ടെഹ്റാനിൽ നിന്ന് പ്രതികാര നടപടി സാധ്യമാണെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. ഇറാനെതിരെ ഇസ്രായേൽ ഭരണകൂടത്തിന്റെ മുൻകരുതൽ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ രാജ്യത്തിനും അതിന്റെ സിവിലിയൻ ജനതയ്ക്കും നേരെ സമീപ ഭാവിയിൽ ഒരു മിസൈലും ഡ്രോൺ ആക്രമണവും പ്രതീക്ഷിക്കുന്നു എന്നാണ് കാറ്റ്സ് പറഞ്ഞത്. ഇറാനിയൻ തലസ്ഥാനത്ത് വെള്ളിയാഴ്ച രാവിലെ സ്ഫോടനങ്ങൾ കേട്ടതായി സ്റ്റേറ്റ് ടിവി റിപ്പോർട്ടും ചെയ്തു. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതോടെ ലോകത്തെ എണ്ണവില പെട്ടെന്ന് തന്നെ കുതിച്ചുയർന്നിരിക്കുകയാണ്. എണ്ണവില കഴിഞ്ഞ 24 മണിക്കൂറിൽ 6% കൂടിയിരിക്കുന്നു. ഇത് ഇന്ത്യയിലും വരും ദിവസം വർധനവിന് കാരണമാകുമെന്ന ഉറപ്പാണ്. ഇതിനിടെ ഇറാനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യത്തിന്റെ നിർണായകമായ പ്രതികരണം വന്നു. അത് ഇങ്ങനെയാണ്: ഇറാന്റെ ആണവ പദ്ധതിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇസ്രായേലിനെതിരെ ഇറാൻ ഭരണകൂടം തുടരുന്ന ആക്രമണത്തിന് മറുപടിയായും ഇറാനിൽ കൃത്യവും മുൻകൂർ ആക്രമണം ആരംഭിച്ചതായും IDF ഒരു ഔദ്യോഗിക പ്രസ്താവനയിൽ വിശദമാക്കുന്നു. ഇസ്രായേൽ വിമാനങ്ങൾ ഇറാന്റെ ആകാശത്ത് ചെന്നായിരുന്നു ആക്രമണം നടത്തിയത്. 100-ലേറെ വിമാനങ്ങൾ ഒരേ സമയത്ത് തന്നെ ഇറാന്റെ മുകളിലേക്ക് ബോംബുകളും മിസൈലുകളും വർഷിക്കുകയായിരുന്നു. ഡസൻ കണക്കിന് ഇസ്രായേലി വ്യോമസേനാ വിമാനങ്ങൾ അടുത്തിടെ ആദ്യ ആക്രമണം പൂർത്തിയാക്കി. അതിൽ ഇറാനിലെ വിവിധ പ്രദേശങ്ങളിലെ ആണവവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ഉൾപ്പെടെ ഡസൻ കണക്കിന് സൈനിക ലക്ഷ്യങ്ങളിൽ ആക്രമണം ഉൾപ്പെടുന്നു, IDF പറയുന്നു. IDF ഹോം ഫ്രണ്ട് കമാൻഡിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. പ്രതിരോധത്തിലും ആക്രമണത്തിലും ആവശ്യമായി വന്നേക്കാവുന്ന വിവിധ സാഹചര്യങ്ങൾക്ക് IDFും ബന്ധപ്പെട്ട അധികാരികളും തയ്യാറാണെന്നും ഇസ്രായേൽ സൈന്യം പറയുന്നു. ഇറാന്റെ ഏതൊരു പ്രത്യാക്രമണത്തിനും സമയാസമയം തിരിച്ചടി നൽകാൻ സർവ്വസജ്ജമായ ഇസ്രായേൽ സൈന്യം കരയിലും കടലിലും ആകാശത്തും ജാഗരൂകരാണെന്നും വ്യക്തമാക്കി. വർഷങ്ങളായി ഇറാനിയൻ ഭരണകൂടം ഇസ്രായേൽ രാഷ്ട്രത്തിനെതിരെ പ്രത്യക്ഷമായും പരോക്ഷമായും ഭീകരവാദ പ്രചാരണം നടത്തിവരികയാണ്. മിഡിൽ ഈസ്റ്റിലുടനീളം അവരുടെ പ്രോക്സികൾ വഴി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുകയും നയിക്കുകയും ചെയ്തുകൊണ്ട് അതേസമയം തന്നെ ഇറാൻ ആണവായുധം കരസ്ഥമാക്കാൻ ആണവ ചേരുവകൾ റെഡിയാക്കി കഴിഞ്ഞു. ഇത് ഇസ്രായേലിനും മിഡിൽ ഈസ്റ്റിനും ലോകമാകെയും ഭീഷണി ഉണ്ടാക്കും. അതിനാലാണ് ഇറാന്റെ ആണവ ലാബുകൾ തകർത്തത് എന്നും IDF പ്രസ്താവന തുടരുകയാണ്. യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇസ്രായേൽ രാഷ്ട്രത്തിനെതിരായ എല്ലാ ഭീകരാക്രമണങ്ങൾക്കും ഇറാനിയൻ ഭരണകൂടമാണ് ഉത്തരവാദി. ഇസ്രായേൽ രാഷ്ട്രത്തെ നശിപ്പിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇറാനിയൻ ഭരണകൂടം പ്രഖ്യാപിച്ചു. ഇറാനിയൻ ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഇസ്രായേലിനെ നശിപ്പിക്കാനുള്ള തങ്ങളുടെ ഉദ്ദേശ്യം പരസ്യമായി പ്രഖ്യാപിച്ചു. കൂടാതെ മിഡിൽ ഈസ്റ്റിലെ അവരുടെ പ്രോക്സികളുമായി ചേർന്ന് ഇത് നേടിയെടുക്കാൻ പ്രവർത്തിക്കുന്നു. ഇന്ന് ഇറാൻ ഒരു ആണവായുധം നേടുന്നതിന് മുമ്പ് എന്നത്തെക്കാളും അടുത്തിരിക്കുന്നു. ഇറാനിയൻ ഭരണകൂടത്തിന്റെ ആണവ കൈകളെ അല്ലെങ്കിൽ ആണവശാലകളെ കൂട്ടനശീകരണത്തിന് ഇസ്രായേൽ വിധേയമാക്കും. ഇറാൻ ഇസ്രായേൽ രാഷ്ട്രത്തിന് ഒരു നിലനിൽപ്പിന് ഭീഷണിയും വിശാലമായ ലോകത്തിന് ഒരു പ്രധാന ഭീഷണിയുമാണ്. ഇസ്രായേൽ രാഷ്ട്രത്തെ നശിപ്പിക്കുക എന്ന ലക്ഷ്യമുള്ള ഒരു ഭരണകൂടത്തെ കൂട്ടനശീകരണ ആയുധങ്ങൾ സ്വന്തമാക്കാൻ ഇസ്രായേൽ രാഷ്ട്രത്തെ അനുവദിക്കില്ല എന്ന് IDF പറയുന്നു. തങ്ങളുടെ പൗരന്മാരുടെ പ്രതിരോധത്തിനായി പ്രവർത്തിക്കാൻ ഇസ്രായേൽ രാഷ്ട്രത്തിന് ബാധ്യതയുണ്ട്. മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ ആവശ്യമുള്ള എല്ലായിടത്തും അത് തുടരുമെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.